ഹലോ, ഇന്ന് നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? വായോ വീഡിയോയിലേക്ക് പോകാവേ. അപ്പം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എനിക്ക് ഇഷ്ടപ്പെടുകയാണ് ചെയ്താൽ മതി. അതുപോലെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. ചില ആളുകളൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യാറുണ്ട്, ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് കാണുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇത് ആദ്യം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ചിക്കന് പെരകി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് വീഡിയോ എടുക്കാൻ വേണ്ടി വിട്ടുപോയേ. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ മല്ലിയില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നമ്മുടെ ചിക്കൻ മസാല ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തതാണ്. അത് ചിക്കനിലോട്ട് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി പെരകി വെച്ച് കുറച്ച് നേരം വെച്ചു. അതിന് ശേഷമാണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നന്നായി ചൂടായ ശേഷം ചിക്കന് ഇനി വറുത്ത് മുഴുവനും എടുക്കണം. വറുത്താണ് കേട്ടോ ഞാൻ ബിരിയാണി വെക്കാറുള്ളത്. ഇതെൻ്റെ മാത്രം സ്റ്റൈലാണ്. ഓരോരുത്തരും ഓരോ സ്റ്റൈലിലാണ് വെക്കുന്നത്. ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത്. അപ്പോൾ ഇതിനി കുറച്ചേറെ ഉണ്ട്. അപ്പം അത് ഇനി മൊത്തം വറുത്ത് കോരണം. ഇപ്പം എല്ലായിടത്തും മഴയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കണം കേട്ടോ. ഞങ്ങളുടെ കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയാണ്. ഇവിടെ നല്ല മഴയാണ്. ഇന്നലത്തെ ദിവസം എന്ന് പറഞ്ഞാൽ തോരാതെ മഴയായിരുന്നു. അങ്ങനെ തന്നെ ഒരുപാട് സ്ഥലത്ത് ഉരുൾ പൊട്ടി, പുഴകളും തോടുകളെല്ലാം കരകവിഞ്ഞൊഴുകി, വെള്ളമെല്ലാം പറമ്പിൽ കൂടി അല്ലാതെയും എല്ലാം കയറി ഒഴുകി, റോഡുകളാണെങ്കിലും ബ്ലോക്കായി. ആകെ ഒരു ഭയങ്കരമായ ഒരവസ്ഥയാണ് കണ്ണൂർ ജില്ലയിൽ. കണ്ണൂർ ജില്ല മാത്രമല്ല, എല്ലാ ജില്ലയുടെ അവസ്ഥ ഇത് തന്നെയാണ്. ഒരുപാട് പേര് കാറ്റും മഴയും കൊണ്ട് ഒത്തിരി കഷ്ടപ്പെടുകയാണ്. അപ്പം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, എല്ലാവരും സേഫായിട്ടിരിക്കുക. ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാകും, നമുക്കറിയാം, നമ്മളും അങ്ങനെയാണ്. പക്ഷേ ഇപ്പം ഞങ്ങൾ നിലവിൽ സേഫാണ്. ഞങ്ങളിവിടെ പ്രശ്നങ്ങളില്ല. പക്ഷേ എൻ്റെ സിസ്റ്ററൊക്കെ താമസിക്കുന്ന സ്ഥലത്തൊക്കെ ഉരുൾ പൊട്ടി. രണ്ട് സ്ഥലത്തായിട്ട് ഉരുൾ പൊട്ടി. റോഡുകളെല്ലാം ബ്ലോക്കാണ്, കറണ്ടില്ല, അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ നിൽക്കുന്നവിടെ സേഫാണ്. അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് മുറിച്ചെടുക്കുക കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇതും പറയണമല്ലോ. അപ്പം ഞാനിത് ഒരു തവണ കോരി, രണ്ടാമത്തെ തവണയാണ്. ഇനിയെല്ലാം വറുത്ത് കോരിയിട്ട് നമുക്ക് അടുത്ത പരിപാടി നോക്കാം. എല്ലാം ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടുപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അടുപ്പിലാണ് കൂടുതലും ചെയ്യുന്നത്. കാരണം ഗ്യാസിൻ്റെ ക്ഷാമം കൊണ്ടും പിന്നെ ഗ്യാസ് പെട്ടെന്ന് തീർന്നു പോയ പണിയാണല്ലോ. അതുകൊണ്ട് കിട്ടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടുമൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ അടുപ്പിലാണ് ചെയ്യുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ നല്ല ചൂടാണ് കേട്ടോ. അടുപ്പിൻ്റെ ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂടുണ്ട്. ഇനി അവിടെ നിന്ന് എല്ലാം വറുത്തെടുക്കണം. ഇനി അപ്പം അടുത്തത് ഇട്ടു. ഇത് മുഴുവൻ വറുത്ത് ഇങ്ങനെ ചിക്കൻ ഞാൻ മുഴുവൻ വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ നെയ്ച്ചോറിനുള്ള നമ്മുടെ സവോള വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ആ ചിക്കൻ പൊരിച്ച എണ്ണയിൽ തന്നെ ഇട്ടിട്ടാണ് ഞാൻ വറുക്കാറുള്ളത്. പിന്നെ വേറെ ഓയിലെടുക്കണം. അതുകൊണ്ട് ഞാൻ അതിൽ കുറച്ചേറെ സവോള വറുത്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സവോള വറുത്ത് കഴിഞ്ഞാൽ അതെല്ലാം മാറ്റി ഇനി നമുക്ക് നേരെ നമ്മുടെ ചിക്കൻ്റെ മസാല തയ്യാറാക്കാം. അതിനായിട്ട് ആ ഓയിലിൻ്റെ ബാക്കി കുറച്ച് ഓയിലേ ഉള്ളൂ കേട്ടോ. അത് ഒരുപാട് ഓയിലൊന്നുമില്ല, കുറച്ച് ഓയിലേ ഉള്ളൂ. വീഡിയോ അതിൻ്റെ ഇടയ്ക്ക് മ്യൂട്ടായിപ്പോയി. അപ്പം ഞാൻ സവോള ഇട്ടിട്ടുണ്ട് എണ്ണയിൽ. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. കുറച്ച് ഉപ്പിടുക. ഉപ്പിടുമ്പം പെട്ടെന്ന് അത് വഴണ്ട് കിട്ടും കേട്ടോ. വേഗം നമുക്ക് അത് വഴണ്ട് റെഡിയാവും. അപ്പോൾ ഇതിൻ്റെ അകത്തോടെ ഉപ്പിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് സവോള വഴണ്ടതിന് ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കുക. ഇതിൻ്റെ അകത്ത് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാണ് കേട്ടോ. അത് അരച്ചെടുത്താണ്, മിക്സിയിലിട്ട് അരച്ചതാണ്.
അതുകൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി നിങ്ങൾക്കറിയാമല്ലോ ചിക്കൻ ബിരിയാണിക്കൊക്കെ നമ്മൾ മസാല തയ്യാറാക്കുമ്പം എത്ര അത് സോഫ്റ്റായി എല്ലാം വെന്തുടഞ്ഞ് ആ ഒരു പരുവമാവണം. അപ്പം അതുവരെ ഇനി ഇതുപോലെ ഇളക്കി കുറേ സമയം എടുക്കും കേട്ടോ. കുറച്ച് സമയത്തെ പരിപാടിയാണിത്. ഇതിങ്ങനെ ഇളക്കി വഴണ്ട് അത് വരണം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ ഒന്നുകൂടി നന്നായിട്ട് വഴണ്ട് വരും. ഇതുപോലെ കാവണം കേട്ടോ. ഇത് നന്നായി വെന്തുടഞ്ഞ തക്കാളിയുടെ നീരും എല്ലാം കൂടി ഇറങ്ങിയിട്ടാട്ടോ അങ്ങനെ. അല്ലാതെ മുഴുവൻ ഓയിലല്ലേ. ഇനി ആൾക്കാർ പറയുന്നത് മൊത്തം വെളിച്ചെണ്ണയാണല്ലോ അല്ലെങ്കിൽ ഓയിലാണല്ലോ എന്നൊന്നും. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കാം. നന്നായി വഴണ്ട് കേട്ടോ. അന്നേരമാണ് ഞാൻ പൊടി വളരെ കുറച്ച് മാത്രമാണ് ചിക്കൻ മസാല ചേർക്കുന്നത്. പിന്നെ ഇത് ബിരിയാണി മസാലയാണ്. ബിരിയാണി മസാല ആവശ്യത്തിന് ചേർക്കാം. ഏകദേശം ഒരു ചെറിയ സ്പൂണ് ചേർത്തിട്ടുണ്ടാവും. ഇത് കുടഞ്ഞിടുമ്പം വിചാരിക്കും ഒത്തിരി ഉണ്ടെന്ന്, പക്ഷെ ഒത്തിരി ഒന്നുമില്ല, കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. വളരെ കുറച്ച് ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നോടം വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് തൈര് ആഡ് ചെയ്യും കേട്ടോ. കുറച്ച് തൈര് കൂടി ഒഴിക്കണം. ഇപ്പോൾ നന്നായിട്ടൊന്ന് അതിൽ കിടന്ന് ആ മസാലയുടെ പച്ചപ്പ് മണമെല്ലാം പോയി നന്നായി വഴണ്ട്. അപ്പോൾ ഞാൻ തൈര് ഒഴിച്ചു. ഇനി തൈര് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായി വഴറ്റിയെടുത്ത് നന്നായിട്ട് വഴറ്റി ഉണ്ടോ ഈ രീതിയിലാവണം. വെന്തുടങ്ങി നല്ല വൃത്തിയാകുമ്പോൾ ഇതുപോലെയാവും. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കണം. ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ. അപ്പം ഒരു 2 മിനിറ്റൊക്കെ നമ്മൾ ഈ അടുപ്പിലിരുന്ന് ഇതൊന്ന് സെറ്റ് ചെയ്യണം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഈ സമയത്തൊക്കെ നമ്മൾ ഉപ്പ് നോക്കണം കേട്ടോ. ഉപ്പൊക്കെ നോക്കിയിട്ട് കറക്റ്റാണെങ്കിൽ ചേർക്കണ്ട, അല്ലെങ്കിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് വീണ്ടും മിക്സ് ചെയ്യുക. പിന്നെ വറുത്ത് വെച്ച സവോള ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് സവോള എടുത്തിട്ട് ചേർക്കുന്നുണ്ട്. അങ്ങനെ ചേർത്ത് ചിക്കനൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നെയ്ച്ചോറിൻ്റെ പരിപാടി ചെയ്തു. പക്ഷേ ആദ്യത്തെ നെയ്ച്ചോറിൻ്റെ നെയ്യ് ഒഴിച്ച് നമ്മുടെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതെല്ലാം ഇടുന്നതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയി കേട്ടോ. അതിൻ്റെ അത് കാണുന്നില്ല. അപ്പം ആദ്യം ഞാൻ പാത്രം അടുപ്പിൽ വെച്ചു. ചിക്കൻ മാറ്റി അതിന് ശേഷം ഞാൻ വേറെ പാത്രമാണ് വെച്ചേക്കുന്നത്. അതിൻ്റെ അകത്ത് നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മുടെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക എല്ലാം കൂടി ഇട്ട് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മുടെ ക്യാരറ്റ് ഇട്ട് കൊടുത്തു. ക്യാരറ്റ് നന്നായി കൊത്തി എരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ അരി ഇട്ട് കൊടുത്തു. അരി ഒന്ന് ആ നെയ്ക്കകത്ത് കിടന്ന് ഒന്ന് റോസ്റ്റ് ആവുന്നോടം വരെ ഞാൻ ആക്കി. അപ്പോൾ ഇത് ഒരെണ്ണം തൊടാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത്